ഹലോ കൂട്ടുകാരെ, ഞാൻ ലേഹ റഫീഖിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു അടിപൊളി ഐറ്റവുമായിട്ടാണ് വന്നേക്കണത്. നമ്മളൊരു ചിക്കൻ റോസ്റ്റ്, കിടിലൻ ചിക്കൻ റോസ്റ്റാണ് ചേച്ചി ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. കുറേ നാളായിട്ട് എന്നോട് കൂട്ടുകാരെല്ലാവരും ചോദിക്കുന്നുണ്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുക ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ചിക്കൻ റോസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനാവശ്യമായിട്ട് ഞാൻ 2 കിലോ കോഴി മേടിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യത്തിന് ഒരു 10-30ഓളം ചെറിയ ഉള്ളി, ഒരു 3 സവാള, ഒരു തക്കാളി, ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, കാന്താരി മുളക്, ഒരു 5-10 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരിഞ്ചീരകം, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയും സാധനമാണ് ഇതിനാവശ്യമായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കൻ ഒന്ന് പെരട്ടി വെക്കാം. അപ്പം ഞാൻ ആ ചിക്കൻ പുരട്ടാനായിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ, ഒരു നുള്ളു വെളിച്ചെണ്ണ, ഉപ്പ്, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. നമുക്ക് മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, ഞാനത് 1 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഗറി മസാല അതേപോലെ 1 സ്പൂണ് ഗറി മസാല ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് പെരട്ടിയെടുക്കാം. നമുക്ക് മസാലയൊക്കെ നല്ലോണം പെരട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ചിക്കൻ ഇതിനകത്തായിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് പെരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 3-4 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ചിക്കൻ പെരട്ടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് പൊരിച്ചു കോരാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഓൾറെഡി ചട്ടി വെച്ചിട്ടുണ്ട്. അടപ്പയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചട്ടിയിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ അതിനകത്തോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഞാൻ അതൊന്ന് മൊരിയട്ടെ. നമ്മുടെ ചിക്കൻ ഒരുമാതിരി മൂത്തിട്ടുണ്ട്. നമുക്കിത് അധികം ഡ്രൈ ആക്കണ്ട, ഈ രീതിയിൽ ഒന്ന് പൊരിച്ചെടുത്താൽ മതി. നമുക്കത് കോരാം. ഇത് നിങ്ങളെല്ലാവരും ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമെന്ന് അറിയാം. എന്നാലും ഈ രീതിയിലൊന്ന് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. പൊരിച്ച് കോരണം, നമ്മുടെ ചിക്കനൊന്നും പൊടിഞ്ഞു പോകുകയില്ല. നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഇടാം. ഞാൻ ബാക്കിയുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കണേണ്. ഇഞ്ചി, വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടി ചതച്ചെടുക്കുക. ഈ കാന്താരി മുളകും ചതച്ച്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് ചതക്കാൻ പോയാണ്. നമുക്ക് ഈ ചതച്ച വെളുത്തുള്ളി ഇഞ്ചിയും കൂടി മാറ്റാം. ബാക്കിയുള്ള കൊച്ചുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എപ്പോഴും ചിക്കൻ വെക്കുമ്പോൾ ചുമന്നുള്ളി കൊച്ചുള്ളി നമ്മൾ കൂടുതലിട്ടിട്ട് ചതച്ച് അരിഞ്ഞെടുക്കരുത്. ചതച്ചെടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ്. ബാക്കിയുള്ള കൊച്ചുള്ളി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം.
നമുക്ക് കാന്താരി മുളക്, നല്ല എരിവുള്ള കാന്താരി മുളകാണ്, നമ്മുടെ തോട്ടത്തിലുണ്ടായതാണ്. അതൊന്ന് ചതച്ചെടുക്കുക. നമ്മുടെ ഈ ചിക്കൻ കൂടി നമുക്ക് കോരിയെടുക്കാം. ചിക്കനും കൂടി നല്ല മൊരിഞ്ഞെടുത്ത് നമുക്ക് അതുകൂടി അപ്പോൾ നമ്മുടെ ബാക്കി ഉണ്ടായ ചിക്കനും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പൊരിച്ച് കോരിയിട്ട് നമുക്ക് ഇതേ എണ്ണയിടാത്തായിട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള മസാല ഗ്രേവികൾ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, സവാള, കറിവേപ്പില ഇട്ട് നല്ലോണം ഒന്ന് വാടട്ടെ. അപ്പോൾ നമ്മുടെ സവാള, ഇഞ്ചിയും കൊച്ചുള്ളിയൊക്കെ ഒരുമാതിരി വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തായിട്ട് കാന്താരി മുളക് ചതച്ചതിട്ട് കൊടുക്കാം. തക്കാളി, ഇത് നല്ലോണം ഒന്ന് വാടി വരട്ടെ. നല്ലൊരു ബ്രൗൺ കളറായിട്ട് വാടട്ടെ. നല്ലോണം വാടിയതിന് ശേഷം നമുക്ക് പൊടി ഇടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചിക്കൻ സവാള ഗ്രേവി നല്ലോണം വാടിയതിന് ശേഷമേ പൊടി ഇടാവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു പച്ച കുത്തലുണ്ടാവും. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒരുമാതിരി നല്ലോണം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടേക്കണ കാരണം ഞാൻ തൽക്കാലത്തൊക്കെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പിടാം. അപ്പോൾ നമ്മുടെ മസാല നല്ലോണം സവാളയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുളക് പൊടി ഒരു 2 സ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ നമുക്കിതിന് എത്ര ആവശ്യമില്ല, എരിവ് കൂടുതലാകും കുരുമുളക് പൊടി. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, അത് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ഞാനൊരു 3 സ്പൂൺ ഇടുന്നുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ച കുത്തലും ആ മണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ആ ഗ്രേവി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിനകത്ത് കുറച്ച് പെരിഞ്ജീരകം, ഒരു 1/2 സ്പൂണോളം പെരിഞ്ജീരകം ഉണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ മസാല നല്ലോണം വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. പൊരിച്ച് വെച്ചേക്കണം ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ പൊരിക്കുമ്പോൾ എപ്പോഴും നല്ലോണം ഡ്രൈ ആകരുതും, ഒന്നും ഇതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ വേണം എല്ലാവരും ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ചിക്കൻ പൊരിച്ചത് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. അവിടെ ഇരുന്നൊന്ന് മൂടി വെച്ച് കത്തിക്കഴിഞ്ഞു തീ നമുക്ക് കുറച്ച് വെക്കാം, അല്ലെങ്കിൽ ഇനി അത് കരിഞ്ഞു പോകും. ചെറു തീയിൽ കിടന്ന് അതൊന്ന് നല്ലോണം ഡ്രൈ ആയി കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ഇടുക. ആ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തേക്കണേ മക്കളെ. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ചേച്ചിയുടെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ചേച്ചിക്ക് ഉണ്ടാകണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ചേച്ചിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കല്യാണത്തിരക്കാണെങ്കിലും ചേച്ചി വീഡിയോ ഇടുന്നുണ്ട് സമയം കിട്ടുന്നവർ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ മോളുടെ കല്യാണം ഭംഗിയായി നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ആരോ കല്യാണത്തിന് എന്നാണ് കല്യാണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ചേച്ചി ശ്രദ്ധിച്ചിട്ടില്ല, അതൊന്നും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ചേച്ചി ഇന്ന് റിപ്ലൈ തരാം. ചേച്ചിയുടെ മക്കളാണ് റിപ്ലൈ തരാൻ. ചേച്ചിക്ക് അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ല, റിപ്ലൈ തരാനുള്ള ഇതൊന്നും ചേച്ചിക്ക് ഇംഗ്ലീഷൊന്നും വായിക്കാൻ അറിയില്ല, മലയാളമാണ് ചേച്ചി വായിക്കുന്നത്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് എൻ്റെ മരുമോളാണ്, അനുശ്രീയാണ് വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണം. അപ്പോൾ നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റാം. പിള്ളേരൊക്കെ വിശക്കണുണ്ട്. 1 മണിയായി. പിള്ളേർക്ക് ആർക്കും ഭക്ഷണം കൊടുത്തിട്ടില്ല. ഒരാൾ ഇവിടെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി എൻ്റെ ഗൗരി കൃഷ്ണൻ നിൽപ്പുണ്ട്. ഞാൻ ഈ ചിക്കൻ റോസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റി. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ രീതിയിൽ നിങ്ങളൊന്ന് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കൂ. നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പില, ബാക്കിയുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. സ്പൂണെടുത്ത് അപ്പോൾ ഇവിടെ ഒരാൾ പിന്നെ തട്ടുമ്മേ കയറി എൻ്റെ അടപ്പിൻ്റെ മേളിൽ കയറി ഒരാൾ ഇരിപ്പുണ്ട്. ഇതാണ് ഗൗരി കൃഷ്ണ, എൻ്റെ മൂത്ത മോൻ്റെ 2ാമത്തെ മോളാണ്, എൻ്റെ പേരക്കിടാവ്. ഇയാൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഇരിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ മോളൊന്ന് പരിചയപ്പെട്ടേ രാറ്റാവോട്. അപ്പോൾ ഞാൻ ഇയാളെ കൊണ്ടൊന്ന് ടേസ്റ്റ് നോക്കിയാണ്. കുറേ നേരം അച്ചമ്മയുടെ വീഡിയോയിൽ വന്നെന്ന് പറയണം. അപ്പോൾ ഇയാൾക്ക് എരിവൊട്ടും പറ്റിയല്ല. അന്നേരം ഞാനൊരു കഷ്ണം നോക്കി തീരെ എരിവയൊക്കെ ഇഷ്ടമല്ലാത്തതാണ്. അങ്ങനെയുണ്ട്. കൊച്ചു സൂപ്പർ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. കൊച്ചിൻ്റെ കണ്ണൊക്കെ നിറയണുണ്ട്, നല്ല എരിവുണ്ട് കറിക്ക്, അതാണ്. പിന്നെ കൊച്ചു തിന്നോ? വെള്ളം കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ് നിങ്ങൾ. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ റോസ്റ്റ് നല്ല രുചികരവുമായി നല്ല സിമ്പിളുമായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.